കുറച്ച് ആൾക്കാർ കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരുന്ന സിനിമകളടക്കം കുറച്ച് സിനിമകൾ ഈ ആഴ്ച OTTയിൽ റിലീസായിട്ടുണ്ട്. അതിൽ 5 സിനിമകളാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഇതിൽ 4 സിനിമകളുടെ റിവ്യൂ വീഡിയോസ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. ഞാൻ സിനിമകൾ കാണാനുള്ള ലിങ്കും കൊടുക്കാം, അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ റിവ്യൂ ലിങ്കും കൂടി കൊടുക്കാം. ഈ ആഴ്ച OTT റിലീസിനെത്തിയിട്ടുള്ള സിനിമകളിൽ മലയാളത്തിൽ നിന്നുള്ള വളരെ പ്രധാനപ്പെട്ടൊരു സിനിമ നെല്ലിക്കാംപൊയിൽ നൈറ്റ് റൈഡേഴ്സ് എന്ന് പറയുന്ന സിനിമയാണ്. നൗഫൽ അബ്ദുള്ളയാണ് ഈ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത്. നമ്മുടെ മാത്യു തോമസ്, മെറിൻ ഫിലിപ്പ്, മീനാക്ഷി ഉണ്ണികൃഷ്ണൻ തുടങ്ങി ഒരു വലിയ താരനിരയുമായിട്ട് വളരെ യങ് ആയിട്ടുള്ള വലിയൊരു സെറ്റ് ഓഫ് ആർട്ടിസ്റ്റുകളുമായിട്ട് റിലീസായിട്ടുള്ള സിനിമയായിരുന്നു. സിനിമ തിയേറ്ററിൽ തരക്കേടില്ലാത്തൊരു എക്സ്പീരിയൻസ് തന്ന സിനിമ എന്നാണ് എനിക്ക് വിശേഷിപ്പിക്കാനുള്ളത്. കാരണം ഇതിൻ്റെ മ്യൂസിക് പരിപാടികളൊക്കെ രസമുണ്ടായിരുന്നു, വിഷ്വലിയും രസമായിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഒരു കോർ തീം നല്ല രസമുണ്ടായിരുന്നു. ഒരാളുടെ ഭയം എന്ന് പറയുന്നത് ഇരുട്ടിനോട് ഭയങ്കര ഭയമുള്ള ഒരു നായകനാണ്. കാരണം ഒരുപാട് വിശ്വാസങ്ങളൊക്കെ ഉള്ള ഒരു ഗ്രാമപ്രദേശം, അപ്പോൾ ഒരു മരണമൊക്കെ വളരെ ചെറിയ പ്രായത്തിൽ കണ്ടിട്ട് അതുമായി ബന്ധപ്പെട്ടുള്ള വിശ്വാസങ്ങൾ ഉള്ളിൽ വന്ന് അങ്ങനെ ഇരുട്ട് വന്നാൽ പേടിയാവുന്ന നമ്മുടെ നായക കഥാപാത്രം, അവൻ്റെ കാമുകി അവനെ രാത്രി വീട്ടിലേക്ക് വിളിക്കുന്ന സമയത്ത് പോലും അവൻ പേടിച്ച് പറയ്ക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ അവൻ്റെ മുന്നിലേക്ക് വരുന്ന ചലഞ്ച് എന്ന് പറയുന്നത് ഇരുട്ടത്ത് മാത്രം ഇറങ്ങി നടക്കുന്ന വില്ലനെ, അല്ലെങ്കിൽ ആരാ എന്താന്ന് പോലും ഇതുവരെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ലാത്ത ഒരു രൂപത്തിനെ പിടിച്ചടക്കുക എന്നുള്ളതാണ്. ആ നാട്ടുകാരുടെ മുഴുവൻ പേടി സ്വപ്നമായി മാറുന്ന, രാത്രി മാത്രം ഇറങ്ങി നടക്കുന്ന ഒരു പ്രത്യേകതരം ജീവി, കുതിരക്കാലൊക്കെയുള്ള ജീവി. ആ കാര്യത്തിൽ അവൻ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്, അവൻ എത്രത്തോളം സക്സസ് ആവും, പിന്നെ ഈ പേടിയെ മറികടക്കാൻ വേണ്ടി അവൻ്റെ കൂട്ടുകാരോടൊപ്പം ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ, അങ്ങനെ കുറച്ച് ഹ്യൂമറസ് പരിപാടികളൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന, എന്നാൽ ഇതിൻ്റെ ഇടയ്ക്ക് ഹൊറർ എലമെൻറ്റ്സ് വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളൊരു സിനിമയാണ്. ഉരുളച്ചോറുമായി വരുന്ന ഭൂതപ്രേതം എന്നൊക്കെ പറയുന്നത് അത് ഇനിയുള്ള ദിവസങ്ങളിൽ ഇനി ഒരു ട്രോളായിട്ടോ മീമായിട്ടോ ഒക്കെ വരുവാന്നറിയില്ല. എന്തായാലും നമ്മൾ വീട്ടിൽ OTTയിൽ കാണുന്ന സമയത്ത് ഒരു ഓളത്തിൽ കണ്ടിരിക്കാവുന്ന ഒരു കൊച്ചു പടം. നേരത്തെ ഓർമ്മിപ്പിച്ച പോലെ സിനിമ കാണാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. രണ്ടാമത്തെ സിനിമ അതൊരു തമിഴ് സിനിമയാണ്. പരാശക്തി എന്നാണ് സിനിമയുടെ പേര്. സുധാ കൊങ്ങര സംവിധാനം ചെയ്ത്, തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് റിലീസായിട്ടുള്ള സിനിമ. വളരെയധികം പ്രതീക്ഷകളോടുകൂടി തിയേറ്ററുകളിലേക്ക് എത്തിയിട്ടുള്ള സിനിമയായിരുന്നു. സൂര്യയും ദുൽഖർ സൽമാനും ഒക്കെ അവതരിപ്പിക്കേണ്ടിയിരുന്ന കഥാപാത്രങ്ങളൊക്കെയാണ്. പക്ഷെ അത് സിനിമയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ശിവകാർത്തികേയനും അഥർവയും ശ്രീലീലയും രവി മോഹനും ഒക്കെ ചേർന്നിട്ടാണ്. അതായത് 1950കളിൽ ഒരു ദേശത്തിന് ഒരു ഭാഷ എന്ന് പറയുന്ന ഒരു അടിച്ചേൽപ്പിക്കൽ ശ്രമത്തിനെതിരെ തമിഴ്നാട്ടിൽ നടന്നിട്ടുള്ള പോരാട്ടം, സ്റ്റുഡൻസിൻ്റെ പുറനാന്നൂർ പട എന്ന് പറയുന്ന ആ പോരാട്ടത്തിനെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് പറയാൻ ശ്രമിച്ചിട്ടുള്ള ഒരു പീരീഡ് ഡ്രാമയാണ്. സംഭവം ആ കാലഘട്ടത്തിനൊക്കെ മാർക്ക് ചെയ്ത് അവർ മുന്നോട്ട് പോകുന്നത് ഭയങ്കര രസമായിട്ടാണ്. പ്രകടനങ്ങൾ വലിയ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ എനിക്ക് തിയേറ്ററിൽ കണ്ട സമയത്ത് ഫീൽ ചെയ്തത് ഒരു നാടകീയത ഉണ്ടായിരുന്നു. നാടകീയത എന്ന് പറയുന്നത് ഓരോ രംഗങ്ങളിൽ ഇമോഷൻസ് വരുമ്പോൾ അതിനൊരു നാടകീയത ഉണ്ടാവും. നാടകം മോശമായിട്ടുമല്ല. പക്ഷേ സിനിമയുടെ സ്കെയിലിൽ നിന്ന് മാറി ഒരു നാടകത്തിൻ്റെ സ്കെയിലിലേക്ക് കൊച്ചു കുട്ടികൾ സ്കൂൾ നാടകമൊക്കെ ചെയ്യുമ്പോൾ ചെയ്യുന്ന പോലത്തെ പെർഫോമൻസിലേക്കൊക്കെ ചില മൊമെൻറ്റ്സിൽ ഈ പെർഫോമേഴ്സ് മാറുന്നുണ്ടായിരുന്നു. എനിക്കതൊരു കല്ലുകടിയായിട്ടാണ് ആ സമയത്ത് ഫീൽ ചെയ്തത്. അതുപോലെ തന്നെ ഇതിനകത്ത് ചേട്ടൻ അനിയൻ ബന്ധമാണെങ്കിലും കാമുകൻ ആ ഒരു പ്രണയത്തിൻ്റെ സംഭവങ്ങളാണെങ്കിലും ഇതൊരു വിപ്ലവമാണ്. നമ്മുടെ ഭാഷ, നമ്മുടെ അടയാളമായിട്ടുള്ള ഭാഷ, അതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം, അതിനെ അടിച്ചമർത്താൻ ശ്രമിക്കുന്ന ആളുകൾക്കെതിരെ നമ്മൾ നടത്തുന്ന ഒരു ഫൈറ്റ്, ആ ഫൈറ്റിൻ്റെ ഭാഗമായിട്ട് നമുക്കുണ്ടാകുന്ന നഷ്ടങ്ങൾ, ഇങ്ങനെയുള്ള ഒരുപാട് എലമെൻസിനെ കണക്ട് ചെയ്ത് പോകേണ്ട സിനിമയായിരുന്നു. പക്ഷേ ആ ഒരു ഇമോഷണൽ കണക്റ്റ് തിയേറ്ററിലിരുന്ന് കാണുന്ന സമയത്ത് ഉണ്ടായില്ല. പക്ഷേ ഇങ്ങനെ ഒരു പോരാട്ടം നടന്നിട്ടുണ്ടായിരുന്നു എന്നറിയാൻ വേണ്ടി, അത് മാർക്ക് ചെയ്യപ്പെട്ടത് എങ്ങനെയാണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പിന്നെ അവർ ചെയ്തു വെച്ചിരിക്കുന്ന രസമുണ്ട്. അതിൻ്റെ ഒരു ഓഡിയോ വിഷ്വൽ ട്രീറ്റ്മെൻ്റ് ഒക്കെ രസമുണ്ട്. നമ്മൾ OTTയിൽ കാണുമ്പോൾ ഈ പറയുന്ന ഒരു തിയേറ്ററിൽ കാണുമ്പോഴുള്ള എക്സ്പെക്റ്റേഷൻസിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലല്ലോ. തീർച്ചയായും ഒന്ന് കണ്ടു നോക്കാവുന്ന ഒരു സിനിമ എന്നുള്ള ഗണത്തിലാണ് ഞാൻ പരാശക്തി നിങ്ങളുടെ മുന്നിൽ സജസ്റ്റ് ചെയ്യുന്നത്. അടുത്ത സിനിമ വീണ്ടും ഒരു തമിഴ് സിനിമയാണ്. ആമസോൺ പ്രൈം വീഡിയോയിലാണ് സിനിമ റിലീസായിട്ടുള്ളത്. വാത്തിയാർ എന്ന് പറയുന്ന സിനിമ. നളൻ കുമാരസ്വാമിയാണ് സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത്. നമ്മുടെ കാർത്തി, കൃതി ഷെട്ടി, സത്യരാജ്, രാജ് കിരൺ തുടങ്ങിയവരൊക്കെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് തിയേറ്ററിൽ എത്തിയിട്ടുള്ള സിനിമയായിരുന്നു. ഇത് ഡിസംബറിലോ നവംബറിലോ മറ്റോ അവർ റിലീസ് പ്ലാൻ ചെയ്തിട്ട് അത് മാറ്റിവെക്കുകയും അതിനുശേഷം വിജയുടെ പടത്തിൻ്റെ റിലീസ് മാറ്റിവെച്ചതിനെ തുടർന്നൊക്കെ തിയേറ്ററിലേക്ക് എത്തിയിട്ടുള്ളൊരു പടമാണ്. സംഭവം നല്ല കൺസെപ്റ്റ് ആയിരുന്നു. എന്ന് വെച്ചാൽ ഈ ഭൂതപ്രേതങ്ങൾ ഒരു ശരീരത്തിൽ കയറുക, അല്ലെങ്കിൽ പഴയ വീരന്മാരായിട്ടുള്ള ആളുകൾ, ചരിത്ര പുരുഷന്മാരുടെ ആത്മാക്കൾ, ഇതൊക്കെ ഒരാളുടെ ശരീരത്തിൽ കയറുന്നതായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ തിരശീലയിൽ ഒരു നടൻ അവതരിപ്പിച്ചിട്ടുള്ള കഥാപാത്രങ്ങളുടെ ഒരു സത്ത, അതൊരു മനുഷ്യനിലേക്ക് കയറി കഴിഞ്ഞാൽ, MGRൻ്റെ കഥാപാത്രങ്ങൾ, അയാൾ തിരശീലയിൽ അവതരിപ്പിച്ചിട്ടുള്ള കഥാപാത്രങ്ങൾ, അതിൻ്റെ ഒരു എസെൻസ് ഒരാളുടെ ശരീരത്തിൽ കയറിയാൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. നല്ലൊരു കൺസെപ്റ്റായിരുന്നു. അത് തരക്കേടില്ലാതെ അവിടെ ഇവിടെയൊക്കെ കൊള്ളിച്ച് അവതരിപ്പിച്ച് മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നു. പക്ഷേ സിനിമ ഒരു ഓവറോൾ എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിൽ തിയേറ്റർ എക്സ്പീരിയൻസ് വെച്ച് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഒറ്റയടിക്ക് കണ്ടിരിക്കുകയാണല്ലോ. അപ്പം നമുക്ക് ആ ഒരു ഇമോഷൻ കിട്ടണം. തപ്പ് തട്ടി കേക്കറി എന്ന് പറയുന്ന പോലത്തെ സംഭവമാണ്. തെറ്റിനെ ചോദ്യം ചെയ്യാൻ വരുന്ന ആളാണ്. നമ്മൾ ആ കൺസെപ്റ്റിൽ ഇതിനു മുമ്പ് ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ട്. ഫോർ ദ പീപ്പിളും അന്യനും ഒക്കെ അടക്കം അതിൻ്റെ ഒക്കെ എലമെൻറ്റ്സ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു.
ആ മേക്കിങ്ങിൽ അതിനെ മറികടക്കാൻ പറ്റുക എന്നുള്ളത് ഇപ്പോൾ എല്ലാത്തിലും കോമൺ ആയിട്ട് വരുന്ന കാര്യങ്ങളുണ്ടാകും. പക്ഷേ അതിനെ മറികടക്കുക എന്ന് പറയുന്ന ഒരു ചലഞ്ച് അവരുടെ മുന്നിലുണ്ടായിരുന്നു. ആ ചലഞ്ചിൽ അവർ അത്ര അങ്ങോട്ട് സക്സസ് ആയില്ല എന്ന് എനിക്ക് തോന്നി. പിന്നെ പല കാര്യങ്ങളും ഇട്ട് ഡ്രാഗ് ചെയ്ത് പോകുന്നത് പോലത്തെ ഒരു അനുഭവം ഉണ്ടായിരുന്നു. കൃതി ഷെട്ടിയൊക്കെ കൊണ്ടുവന്നിട്ട് ആ ക്യാരക്ടറിന് എന്തെങ്കിലും ഒരു പ്രത്യേകത അതെന്താണെന്നൊക്കെ ഉള്ളത് പ്രേക്ഷകന് ഐഡൻറ്റിഫൈ ആവുന്ന രീതിയിൽ അവതരിപ്പിക്കണമായിരുന്നു എന്നൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. മൊത്തത്തിൽ തിയേറ്ററിൽ ഒരു ആവറേജ് അനുഭവമായിരുന്നു. മ്യൂസിക് കുറച്ച് ഡിഫറൻ്റ് ആയിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത്. തീർച്ചയായും നിങ്ങൾ ഈ സിനിമ കാണുന്ന സമയത്ത്, ഈ സിനിമ മാത്രമല്ല കേട്ടോ, ഞാൻ സജസ്റ്റ് ചെയ്യുന്ന സിനിമകളൊക്കെ കാണുന്ന സമയത്ത് നല്ലൊരു സ്ക്രീനിൽ നല്ല പെയർ ഓഫ് ഹെഡ്ഫോൺസ് യൂസ് ചെയ്ത്, ഇനി വീട്ടിലിരുന്ന് ടി വിയിൽ കാണുകയാണെങ്കിലും നമ്മുടെ ശ്രദ്ധ പരമാവധി കൊടുത്തുകൊണ്ട് തന്നെ സിനിമകൾ കാണാൻ ശ്രമിക്കണേ എന്ന് പറയുന്ന ഒരു സജഷൻ ഉണ്ട്. അങ്ങനെ അല്ലാതെ ഒരു OTT വാച്ച് എന്നുള്ള രീതിയിൽ ഒരു ലൈറ്റ് വാച്ചിൽ നോക്കുമ്പോഴും വാത്തിയാർ വലിയ കുഴപ്പമില്ലാത്ത പടമാണ്. അടുത്ത സിനിമ അത് ഹോട്ട്സ്റ്റാറിലാണ് റിലീസായിട്ടുള്ളത്. സിനിമ റിലീസായി എന്നുള്ളത് നിങ്ങൾ നേരത്തെ അറിഞ്ഞിട്ടുണ്ടാകും. കാരണം ഈ സിനിമ റിലീസായി കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഈ സിനിമ റിലീസാവാൻ വേണ്ടി ഏറ്റവും കൂടുതൽ കാത്തിരുന്നത് നമ്മുടെ റോസ്റ്റിംഗ് ചാനലുകളൊക്കെ ആയിരിക്കും. ഒരുപാട് റോസ്റ്റ് വീഡിയോസ് ഓൾറെഡി പബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. രാജാ സാബ് എന്ന് പറയുന്ന സിനിമ പ്രഭാസിൻ്റെ സിനിമയാണ്. പ്രഭാസ് അഭിനയിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രഭാസിൻ്റെ ഉണ്ടാക്കിയ വെച്ചും 3D വെച്ചും ഉണ്ടാക്കിയ രൂപങ്ങൾ അഭിനയിച്ചു എന്നൊക്കെ പറഞ്ഞ് ട്രോള് വരുന്ന സിനിമയാണ്. മാരുതിയാണ് ഈ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത്. പ്രഭാസ് ഉണ്ട്, 3 നായികമാരുണ്ട്, സഞ്ജയ് ദത്ത് ഉണ്ട്, സറീന വഹാബ് ഉണ്ട്. ഇവരൊക്കെ റോസ്റ്റ് ചെയ്യാൻ കാത്തിരുന്നതിൻ്റെ കാരണം അതൊരു റോസ്റ്റ് ചെയ്യപ്പെടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പടമാണ്. തെലുങ്ക് പടങ്ങളിലൊക്കെ നമ്മൾ പണ്ടൊക്കെയും കണ്ടിട്ടുള്ള അതേ പരിപാടികൾ തന്നെ. ഒരു നായകൻ, ആ നായകൻ്റെ പുറകെ ഈ കൊതിച്ച് നടക്കുന്ന നായികമാർ അവരൊരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ എത്തുന്നു. പിന്നെ അതിൻ്റെ ഭാഗമായിട്ടുള്ള കോമഡികൾ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൂപ്പനെ അന്വേഷിച്ച് നടക്കുന്ന കൊച്ചുമോനാണ്. അപ്പൂപ്പൻ്റെ ആത്മാവ് ഭരിക്കുന്ന ഒരു കോട്ടയ്ക്കകത്തേക്ക് അവൻ ചെന്ന് പെടുകയാണ്. പിന്നീട് അപ്പൂപ്പനും അവനും തമ്മിലാണ് ആ കോൺവെർസേഷൻ നടക്കേണ്ടത്. അത് പല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ഈ അമ്മൂമ്മ എന്ന് പറയുന്നത് ഇവർക്ക് ഓർമ്മയില്ല. അപ്പൂപ്പൻ ഭയങ്കര സൂപ്പറാണെന്നാണ് അവർ വിചാരിച്ചിരിക്കുന്നത്. മൊത്തത്തിൽ കഥ പറഞ്ഞു വരുമ്പോൾ അപ്പൂപ്പൻ്റെ ആക്രാന്തമാണ് നമ്മൾ കാണുന്നത്. പിന്നെ അമ്മൂമ്മയുടെ അൾഷിമേഴ്സിനെ കുറിച്ച് നമ്മളിങ്ങനെ കേൾക്കുന്നു. ഇതിൻ്റെ ഇടയിലാണ് കൊച്ചുമോൻ്റെ കുട്ടിക്കളി നമ്മൾ കാണുന്നത്. അങ്ങനെ വെറുതെ ഇങ്ങനെ പോകുന്നൊരു പടം. പക്ഷേ ഈ പറയുന്ന റോസ്റ്റ് വീഡിയോസ് കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ആംഗിൾ ഉണ്ടല്ലോ, ആ ആംഗിളിൽ, ആ പെർസ്പെക്റ്റീവിൽ നിങ്ങൾക്ക് ഈ സിനിമ കണ്ടിരിക്കാൻ പറ്റുമെങ്കിൽ, അതായത് സീരിയസ് ആയിട്ടൊരു സിനിമ കാണുന്നോ അല്ലെങ്കിൽ അങ്ങനെ ഇരുന്ന് കാണേണ്ട ഒരു സിനിമ എന്നുള്ളതിന് പകരം നമുക്ക് കളിയായിട്ട് ഒരു രസത്തിന് ചുമ്മാ കണ്ടിരിക്കാനുള്ളൊരു പടം എന്നുള്ള രീതിയിൽ സിനിമ കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ രാജാ സാബ് നിങ്ങൾക്ക് നന്നായിട്ട് വർക്കാവാൻ സാധ്യതയുണ്ട്. പിന്നെ ഈ പറയുന്ന വീട്ടിലെ തിരക്കുകളും ഓഫീസ് ജോലി തിരക്കുകളും ഒക്കെ മാറിയിട്ട് ചുമ്മാ റിലാക്സ് ആയിട്ട് അങ്ങനെ ഇരുന്നൊരു ഓളത്തിൽ കാണാവുന്നൊരു സിനിമ, അത്രയും ഞാൻ സജസ്റ്റ് ചെയ്യുന്നുള്ളൂ. അല്ല അതൊരു മസ്റ്റ് വാച്ച് ആയിട്ടൊന്നുമല്ല നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. അടുത്ത സിനിമ, അതിൻ്റെ റിവ്യൂ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടില്ല. കാരണം ഇത് ആമസോൺ പ്രൈമിലാണ് ഞാൻ ഈ സിനിമ കാണുന്നത്. ദ റെക്കിംഗ് ക്രൂ എന്നാണ് സിനിമയുടെ പേര്. ഒരച്ഛൻ, അയാൾ പ്രൈവറ്റ് ഡിറ്റക്റ്റീവായി ജോലി ചെയ്തിരുന്ന ആളാണ്. മഹാവൃത്തികെട്ടവനായിരുന്നു. അയാൾ മരിക്കുന്നു. അയാളുടെ മരണശേഷം അയാളുടെ 2 മക്കൾ, ഒരാൾ അമേരിക്കൻ നേവിയിലാണ് വർക്ക് ചെയ്യുന്നത്, മറ്റേ ആൾ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലാണ്. ഒരാൾ വളരെ അച്ചടക്കത്തോടു കൂടി ജീവിക്കുന്ന ഒരാളാണ്. ശരിക്കും ഈ നേവിക്കാരനായിട്ടുള്ളതിൻ്റെ ആ ഒരു പട്ടാള ചിട്ടയൊക്കെ അയാളുടെ ജീവിതത്തിലുണ്ട്. മറ്റേ ആൾ പോലീസിലാണെങ്കിലും പേഴ്സണൽ ലൈഫിൽ, റിലേഷൻഷിപ്പിൽ ഒന്നും ഒരു സീരിയസ്നെസ് കാണിക്കാതെ പോകുന്നു നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരാളാണ്. ജെയ്സൺ മൊമോയും ഡേവ് ബാറ്റിസ്റ്റയും ആണ് ഇതിലെ ഈ ചേട്ടാനിയന്മാർ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ളത്. ജെയ്സൺ മൊമോ ആണ് അനിയനായിട്ട് വരുന്നത്. അപ്പോൾ ഈ 2 മക്കളും ഇയാളുടെ മരണാനന്തര ചടങ്ങുകൾക്കായിട്ട് വരുന്നു. പക്ഷേ ഇയാൾ മരിക്കുന്നതിന് മുമ്പ് കുറച്ച് കൊനഷ്ട് കേസുകളിൽ പെട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഇൻ്റർനാഷണൽ ഡോണും അവരുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഗുണ്ടാ സംഘങ്ങളും കൊട്ടേഷൻ സംഘങ്ങളും ഒക്കെ ഇവരെ ആക്രമിക്കാൻ വരികയാണ്. അപ്പോൾ അച്ഛൻ എന്താണ് ആ ചെയ്തു വെച്ചിരിക്കുന്നത്, അതിൻ്റെ കാര്യകാരണങ്ങൾ എന്തൊക്കെയാണ് എന്നറിയാൻ വേണ്ടി മക്കൾ നടത്തുന്ന അന്വേഷണവും അതിൻ്റെ ഭാഗമായിട്ടുള്ള ഫൈറ്റും പരിപാടികളൊക്കെ ആയിട്ട് അങ്ങനെ ഒരു ഓളത്തിൽ പോകുന്ന ഒരു സിനിമയാണ്. ഇതിൽ ഈ പറയുന്ന ഫൈറ്റിനും വയലൻസിനും ഒക്കെയാണ് കുറച്ച് ഇമ്പോർട്ടൻസ് ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം കഥയുടെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രേം നസീർ ജയൻ കഥയൊക്കെ പറയുന്ന പോലെയാണ്. അവർ ഒരച്ഛൻ്റെ തന്നെ മക്കളായിരുന്നു, പക്ഷേ 2 വഴിക്ക് പിരിഞ്ഞു പോയി. പിന്നീട് അവർ തിരിച്ചറിയുന്നു, ഒരുമിച്ച് വരുന്നു, ഒരുമിച്ച് മുന്നോട്ട് പോകുന്നു എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു സാധനം. ഒരു കട്ട ക്ലീഷേ എത്രയോ വട്ടം റിപ്പീറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള കഥാപാത്ര ശൈലിയും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഇവരുടെ ഒരു കോമ്പിനേഷനിൽ, ഇപ്പോൾ ബാറ്റിസ്റ്റ ഭയങ്കര സീരിയസ് ആയിട്ട് നിൽക്കുന്നു, ജേസൺ മൊമോ ഭയങ്കര ഒരു കോമഡി ആംഗിളിൽ അത് കൈകാര്യം ചെയ്യുന്നു. അങ്ങനെ ആ ഒരു കോമ്പിനേഷൻ്റെ ഒരു രസത്തിൽ നമ്മളിങ്ങനെ മുന്നോട്ട് പോകുന്നു. ആക്ഷൻ സീക്വൻസുകളും ഭയങ്കര പുതുമയുള്ള അങ്ങനത്തെ ഒന്നുമല്ല, പക്ഷേ ഉള്ളതൊരു രസമുണ്ട് കണ്ടിരിക്കാൻ. ഒരു ഓക്കേഷ് ആവറേജ് രസമുള്ള ഹോളിവുഡ് സിനിമ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ദ റെക്കിംഗ് ക്രൂ ഞാൻ സജസ്റ്റ് ചെയ്യുകയാണ്. എന്തായാലും ഈ പറഞ്ഞ 5 സിനിമകളുടെയും ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ 5 സിനിമകളിൽ 4 സിനിമകളുടെ റിവ്യൂ വീഡിയോ നമ്മൾ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കുകളും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, ചെക്ക് ചെയ്ത് നോക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഹൈപ്പ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുക. പിന്നെ ഈ വീക്കെൻഡിൽ നിങ്ങൾ കണ്ട പടം ഏതാണ്, അല്ലെങ്കിൽ OTTയിൽ നിങ്ങൾ കണ്ടു തീർത്ത പടങ്ങളെക്കുറിച്ച് സജഷൻസ് തീർച്ചയായും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ താങ്ക് യു, ബൈ.